ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദൈവാരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുവാനായിട്ട് ദൈവം എനിക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഒരു പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതമെന്ന് പല ഘട്ടങ്ങളിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പോരാട്ടം നടത്തുന്ന സൈന്യമാണ്. ആർമിയിൽ അല്ലെങ്കിൽ സൈന്യത്തിൽ ഓരോ ട്രൂപ്പുകളുണ്ട്, ഒരു ഗ്രൂപ്പുണ്ടാകും. ഗ്രൂപ്പിന് ഒരു കമാൻഡർ ഉണ്ടാകും. അപ്പോൾ ഈ കമാൻഡർ പറയുന്ന കമാൻഡ് ശ്രദ്ധ വച്ച് കേട്ട് അനുസരിക്കാൻ ട്രൂപ്പിലുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇല്ലെങ്കിൽ അവർ യുദ്ധത്തിൽ പരാജയപ്പെടും. മാത്രമല്ല, യുദ്ധത്തിലല്ലെങ്കിൽ തന്നെ കമാൻഡർ പറയുന്ന കമാൻഡ് ശ്രദ്ധ വെച്ച് കേൾക്കുവാനും അനുസരിക്കാനും തയ്യാറായില്ലെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിക്കണം എന്നുള്ളത് ദൈവത്തിന് നമ്മോടുള്ള നിർബന്ധമാണ്. ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ഇന്ന് ദൈവസ്വരം കേൾക്കാൻ മനസ്സില്ലാതെ, അനുസരിക്കാൻ മനസ്സില്ലാതെ പരാജയപ്പെട്ടു പോയ ഒരാളുടെ ചരിത്രമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അത് ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായിരുന്ന ശൗലിൻ്റെ ചരിത്രമാണ്. ദൈവസ്വരം കേൾക്കാനായിട്ട് മനസ്സ് വച്ചില്ല, ദൈവത്തെ അനുസരിക്കാൻ മനസ്സ് കാണിക്കാതെ പരാജയപ്പെട്ടു പോയ ഇസ്രായേലിലെ ആദ്യ രാജാവായിരുന്ന ശൗലിൻ്റെ ചരിത്രം. അത് 1 ശമൂവേൽ 15-ാമത്തെ അധ്യായത്തിലാണ് അതിൻ്റെ പരാജയത്തിൻ്റെ കാരണം പറയുന്നത്. ഈ ചരിത്രം നമ്മളോട് പറയുന്ന ഒരു സന്ദേശം ഇതാണ്: ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് മനസ്സ് വയ്ക്കണം, അനുസരിക്കാനായിട്ട് ജാഗ്രത കാണിക്കണം, ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും എന്ന ഒരു സന്ദേശമാണ് ഈ ശൗലിൻ്റെ ചരിത്രം നമ്മളോട് പറയുന്നത്. നമുക്ക് ഈ വേദഭാഗം ഒന്നെടുക്കാം. 1 ശമൂവേൽ 15-ാമത്തെ അധ്യായം. ശൗലിൻ്റെ ചരിത്രം നമുക്കറിയാം. ഇസ്രായേൽ രാജാവിനെ ആവശ്യപ്പെടുന്നു. ദൈവം ഇസ്രായേലിന് ഒരു രാജാവായിട്ടിരുന്നു കൊണ്ട് ദൈവം ഭരിക്കുന്ന ഒരു രാജ്യമാണ് ദൈവം വിഭാവനം ചെയ്തത്. എന്നാൽ ഇസ്രായേൽ ജനം ഒരു രാജാവിനെ വേണം എന്ന നിർബന്ധം പിടിക്കുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. നമുക്ക് ആ ചരിത്രം അറിയാം. അപ്പോൾ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ശൗലിനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ് ശൗലിനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്നു. 1 ശമൂവേൽ 9-ാമത്തെ അധ്യായത്തിൽ ശമൂവേൽ ചെന്ന ശൗലിനോട് നിന്നെ രാജാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന കാര്യം പറയുമ്പോൾ ശൗൽ പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ബെന്യാമീൻ ഗോത്രക്കാരൻ, ബെന്യാമീൻ ഗോത്രത്തിൽ തന്നെ ഏറ്റവും ചെറിയ ഭവനത്തിലുള്ളവൻ, എനിക്ക് ഈ വലിയ ഒരു ജാതിയുടെ രാജാവായിരിക്കാനായിട്ടുള്ള യോഗ്യതയില്ല എന്ന കാര്യം ശമൂവേലിനോട് അറിയിക്കുന്നുണ്ട്. എങ്കിലും 10-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ശൗലിൻ്റെ തലയിൽ തൈലം അഭിഷേകം ചെയ്തുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പ്രഭുവായി രാജാവായിട്ട് അംഗീകരിക്കുകയാണ്. പിന്നീട് 10-ാമത്തെ അധ്യായത്തിലും 11-ാമത്തെ അധ്യായത്തിലുമൊക്കെ തൻ്റെ രാജത്വം സ്ഥിരമാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 12, 13 അധ്യായങ്ങളിൽ ശൗൽ ഈ രാജത്വം സ്ഥിരമാക്കുകയും അമ്മോന്യരോട് യുദ്ധം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളോട്, ഫിലിസ്തീനോട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ അനേക യുദ്ധങ്ങളെ ദൈവം ജയിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു യോഗ്യതയോ, തനിക്ക് തന്നെ അറിയാം തനിക്ക് യോഗ്യതയില്ല എന്ന് താൻ പ്രസ്താവിക്കുകയുമുണ്ടായി. ഒരു യോഗ്യതയുമില്ലാതിരുന്ന ശൗലിനെ ദൈവം രാജാവാക്കി, ദൈവം യുദ്ധങ്ങളെ ജയിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി. അങ്ങനെ അനേക നന്മകൾ, അനുഗ്രഹങ്ങൾ ശൗലിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുകയുണ്ടായി. ഇങ്ങനെ അനുഗ്രഹം പ്രാപിച്ച് വിജയിയായി ശക്തനായിരിക്കുന്ന ഒരു രാജാവായിട്ട് തീരുന്നതാണ് 9-ാമത്തെ അധ്യായം മുതൽ 14-ാമത്തെ അധ്യായം വരെ നമ്മൾ കാണുന്ന ഒരു വിജയിയായിരിക്കുന്ന രാജാവായി, ശക്തനായിരിക്കുന്ന ഒരു രാജാവായിട്ട് ശൗൽ തീരുന്നു. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, 15-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കാണുന്നത്, തന്നെ രാജാവാക്കിയ, അയോഗ്യനായിരുന്ന തന്നെ രാജാവാക്കിയ, തനിക്ക് വിജയം നൽകിയ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാനായിട്ട് അവൻ കൂട്ടാക്കിയില്ല. അവനത് അനുസരിച്ചില്ല, ശ്രദ്ധ വെച്ച് കേട്ടില്ല.
അതിൻ്റെ ഫലമായിട്ട് പിന്നീട് നാം കാണുന്നത് ശൗലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ശൗലിൻ്റെ ജീവിതം ഒരു ദുരന്തമായിട്ട് മാറുന്നതാണ്. ദൈവം വിട്ടുമാറി ശൗലിൻ്റെ ജീവിതം പരാജയമായിട്ടൊരു ദുരന്തമായിട്ട് തീരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾക്ക് ഈ ചരിത്രത്തിൽ നിന്ന് പല നെഗറ്റീവായിട്ടുള്ള ചരിത്രം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് ഉദ്ദേശമുണ്ട്. നമ്മൾക്കും അതിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് ഈ 1 ശമൂവേൽ 15-ാമത്തെ അധ്യായത്തിൽ ശൗലിൻ്റെ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം അങ്ങനെ ഒന്ന് ചിന്തിക്കാം എന്നാണ് ഞാനിന്ന് കരുതുന്നത്. 15-ാമത്തെ അധ്യായം വളരെ ദീർഘമായിരിക്കുന്ന അധ്യായമാണ്. അതുകൊണ്ട് തുടർച്ചയായി ഒന്നായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കടന്നു പോകുമ്പോൾ ഇതങ്ങനെ ചിന്തിച്ച് കടന്നു പോകുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമുക്കത് വായിക്കാം. ഒന്നാമതായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവം അനുഗ്രഹത്തോടൊപ്പം ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ദൈവജനത്തിന് അനുഗ്രഹങ്ങളെ നൽകുന്നു, എന്നാൽ അതോടൊപ്പം ദൈവം ഉത്തരവാദിത്തങ്ങളും നൽകുന്നു. ഇതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞതെന്തെന്നാൽ, യഹോവ നിന്നെ തൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയും സംഹരിച്ച് കളയുക. ശൗലിനെ ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചതിന് ശേഷം ഈ 15-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ശൗലിനെ ഏൽപ്പിക്കുകയാണ്. യഹോവയുടെ ശബ്ദം കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ശമൂവേൽ മുഖാന്തരം ശൗലിനോട് പറയുകയാണ്, അമാലേക്കരെ പൂർണ്ണമായും നശിപ്പിച്ചു കളയണം, പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം. അതിൽ ഈ കൽപ്പനയ്ക്ക് ഒരു സംശയം ജനിപ്പിക്കുന്ന കാര്യമില്ല. പൂർണ്ണമായും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ആയിരിക്കുന്ന ഒരു ലിസ്റ്റ് തന്നെ ദൈവം അവിടെ കൊടുക്കുന്നുണ്ട്. ഒരു സംശയത്തിനും ഇടയില്ല. പകുതി വേണോ, കുറച്ച് ശേഷിപ്പിക്കണോ എന്ന് ഒരു സംശയത്തിന് ഇടയില്ലാത്ത വിധത്തിൽ ക്ലിയറായിട്ട് ജനത്തെ മാത്രമല്ല, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും മൃഗങ്ങളെയും എല്ലാറ്റിനെയും ജീവനുള്ള ഒന്നിനെയും ശേഷിപ്പിക്കാതെ കൊന്നുകളയണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ശൗലിന് ദൈവം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നൽകുന്നത്, ഇങ്ങനെ ഇവരെ കൊന്നുകളയണം എന്ന് പറയുന്നത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ മിസ്രയീമിൽ നിന്ന് മരുഭൂമിയിൽ യാത്ര ചെയ്തു വരുമ്പോൾ അവരെ ഒരു കാരണവുമില്ലാതെ പിന്നിൽ നിന്ന് ആക്രമിച്ച് അവരെ ദുർബലരായിരുന്നവരെ, ക്ഷീണിച്ചിരുന്നവരെ കൊന്നു മുടിക്കുകയും അവരെ കൊള്ളയിടുകയും ചെയ്ത ഒരു ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആവർത്തന പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ദുഷ്ടന്മാരായിരുന്ന ഒരു ജാതിയായിരുന്നു ഇവരെന്ന് ചരിത്രം തന്നെ പിന്നീട് ഖനനം ചെയ്തെടുത്ത് ചില ഫലകങ്ങളിൽ തന്നെ അമാലേക്കരെ കുറിച്ച് പറയുന്നത് ഇവർ കൊള്ളക്കാരായിരുന്ന അമാലേക്കർ എന്ന് ഈ അടുത്ത കാലങ്ങളിൽ തന്നെ അതിൻ്റെ ചരിത്രരേഖയുണ്ട്. അപ്പോൾ ദുഷ്ടന്മാരായിരുന്ന ഒരു ജാതി, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ അങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ പിന്നിൽ നിന്ന് ആക്രമിച്ച് അവരെ മുടിച്ചു കളഞ്ഞ് ദുർബലരായിരുന്ന ജനത്തെ കൊന്നുകളഞ്ഞ് ദുഷ്ടന്മാരായിരുന്ന ഒരു ജനതയായിരുന്നു. മാത്രമല്ല ഇവരെക്കുറിച്ച് പറയുന്നവർ കുഞ്ഞുങ്ങളെ യാഗം കഴിക്കുന്നവർ, അവരുടെ തന്നെ കുഞ്ഞുങ്ങളെ അഗ്നിക്കിരയാക്കുന്ന, അങ്ങനെ ദുഷ്ടന്മാരായിരുന്ന ഒരു ജാതിയായിരുന്നു അമാലേക്കർ എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല അവർ ഒരാളെങ്കിലും ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനും മാത്രമല്ല ഭൂമിക്ക് തന്നെ അവർ ഒരു സങ്കടമായിട്ട് തീരും. ഒരു ക്യാൻസർ പോലെ ആണ് എന്നാണ് പറയുന്നത്. ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്തില്ല എങ്കിൽ അത് ജനതയ്ക്ക് തന്നെ ഭാരമായിട്ട് തീരും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, അവരിൽ ഒരു കുഞ്ഞിനെ പോലും ശേഷിക്കാതെ, ഒരു മൃഗത്തെ പോലും ശേഷിക്കാതെ അവരെ നിർമൂലമാക്കി കളയണം എന്നുള്ള കൃത്യമായിരിക്കുന്ന ഒരു കൽപ്പനയാണ് ശൗലിന് ദൈവം നൽകുന്നത്. ദൈവം അവനെ അനുഗ്രഹിച്ചു. അനുഗ്രഹത്തോടൊപ്പം ദൈവം അവന് ചില കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതിന് ഏൽപ്പിക്കുകയാണ്. നമ്മളോട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരല്ലേ. ശൗലിനെ പോലെ അല്ലെങ്കിലും രക്ഷ എന്ന് പറയുന്ന വലിയ നന്മ, വലിയ അനുഗ്രഹം, എത്ര വലിയൊരു അനുഗ്രഹമാണല്ലേ.
അതിന് രക്ഷയുടെ പ്രത്യാശ, നമ്മുടെ സ്നേഹബന്ധങ്ങൾ, ഇതൊക്കെ ദൈവം നൽകുന്ന എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. സമാധാനം, സന്തോഷം, പ്രത്യാശ, ഇങ്ങനെയുള്ള എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ ഈ അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കുന്നതോടൊപ്പം ദൈവം നൽകുന്ന കൽപ്പനകൾ അനുസരിക്കാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം നൽകുന്ന രക്ഷ നമ്മൾ അനുഭവിക്കുന്നു, ആ പ്രത്യാശയിൽ ജീവിക്കുന്നു. ദൈവം നൽകുന്ന സന്തോഷം, സമാധാനം, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരാണ്. അത് കൊണ്ട് തീർന്നില്ല. അതോടൊപ്പം ദൈവം നമ്മളെക്കുറിച്ച്, ഓരോരുത്തരെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കുന്നതിലൂടെ നമ്മളോട് പറയുമ്പോൾ അത് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ദൈവം നൽകുന്ന സമ്പത്ത്, ദൈവം നൽകുന്ന ആരോഗ്യം, ദൈവം നൽകുന്ന സമയം, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഇതൊക്കെ അനുഭവിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം. ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില ലക്ഷ്യങ്ങൾ ഭൂമിയിൽ ചെയ്തു തീർക്കാനുണ്ട്. അത് നമ്മളോട് പറയുമ്പോൾ അത് ശ്രദ്ധ വെച്ച് കേട്ട് അത് അനുസരിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ജാഗ്രത ദൈവമക്കൾ കാണിക്കണം എന്നുള്ളത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആഗ്രഹമാണ്. നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ളത് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ദൈവത്തിന് വേണ്ടി, ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ, ദൈവം നമ്മളിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ചെയ്യുവാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? ഈ കാര്യം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ശൗലിന് മനസ്സുണ്ടായില്ല. ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ നൽകുന്നു. അനുഗ്രഹത്തോടൊപ്പം ദൈവം ചില കൽപ്പനകളും ചില നിർദ്ദേശങ്ങളും ചില കാര്യങ്ങളും നമ്മളിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യാനായിട്ട് ജാഗ്രതയുള്ളവരായിട്ട് ഇരിക്കണം. ദൈവസ്വരം കേൾക്കുവാൻ, ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ, അനുസരിക്കാൻ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഓർക്കാനായിട്ട് കഴിയും. സുവിശേഷത്തിനായി, ദൈവരാജ്യത്തിനായി പലതും നമ്മളിലൂടെ ചെയ്തെടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മളത് കേൾക്കുന്നില്ല. പല മുഖാന്തരങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ദൈവത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടതിന് പല മുഖാന്തരങ്ങളിലൂടെ, ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളത് കേൾക്കുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെപ്പോഴും അത് കേൾക്കുവാൻ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇവിടെ ശൗൽ കൽപ്പന കേട്ടു, എന്നാൽ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ മനസ്സ് കാണിച്ചില്ല. ശൗൽ കൽപ്പന കേട്ടു, പക്ഷേ അത് പൂർണ്ണമായിട്ടും അനുസരിക്കാനായിട്ട് ശൗൽ മനസ്സ് കാണിച്ചില്ല. രണ്ടാമതായിട്ട് ഞാൻ പറയട്ടെ, ഭാഗികമായിരിക്കുന്ന അനുസരണമല്ല, അത് ദൈവം അംഗീകരിക്കുകയില്ല. ഭാഗികമായി നമുക്ക് സൗകര്യപ്രദമായി ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാനായിട്ട് തീരുമാനിച്ചുവെങ്കിൽ അത് ദൈവം, ഭാഗികമായിട്ടുള്ള അനുസരണം ദൈവം അംഗീകരിക്കുകയില്ല. അത് അനുസരണമല്ല. 15:4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ദൈവം അവന് ക്ലിയർ ആയിട്ടുള്ള കമാൻഡ് കൊടുത്തു, ഒരു ലിസ്റ്റ് കൊടുത്തു, കൃത്യമായിരിക്കുന്ന ഒരു കൽപ്പന കൊടുത്തു. എന്നാൽ ശൗൽ അത് പൂർണ്ണമായിട്ടും അനുസരിക്കാനായിട്ട് തയ്യാറായില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ശൗൽ തൻ്റെ ജനത്തെ എണ്ണി, 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും അതാണ് കാണുന്നത്. തൻ്റെ പട്ടാളക്കാരെ എണ്ണി കഴിഞ്ഞപ്പോൾ വളരെ ഹ്യൂജായിട്ടുള്ള വലിയൊരു സൈന്യം തനിക്കുണ്ടായിരുന്നു. അമാലേക്യരെ ചെന്ന് തോൽപ്പിക്കേണ്ടതിന് ഒരു ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. വളരെ വളരെ ലാഘവമായിട്ട് ചെന്ന് തോൽപ്പിച്ച് വരാവുന്നതേ ഉള്ളൂ. തോൽക്കുമോ ജയിക്കുമോ എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. 1,000-ലധികം കാലാൾ, അനേക വലിയ സൈന്യം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അവൻ ചെന്ന് അമാലേക്യരെ മുടിച്ചു കളഞ്ഞ് തിരിച്ചു വന്നാൽ മതി, ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നിട്ടും അനുസരിച്ചില്ല. അതിൻ്റെ 15:8 മുതൽ 9 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അമാലേക്യരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു, ജനങ്ങളെയൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്രമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. ദൈവത്തിൻ്റെ ആ ലിസ്റ്റ് ശൗലൊന്ന് തിരുത്തി. ദൈവം പറഞ്ഞു സകലത്തെയും നിർമൂലമാക്കി കളയണം എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് കൊടുത്തു. ഇവിടെ ശൗൽ ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി. നല്ലത്, ചീത്ത,
ഉത്തമം, ഹീനം എന്ന ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി. ശൗല് തോന്നി പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ ലിസ്റ്റിലും നല്ല ലിസ്റ്റ് താൻ ഉണ്ടാക്കിയതാണ്. ദൈവം പറയുന്ന കൽപ്പനകളിലും നല്ലത് ഇപ്പോഴത്തെ ഈ പുതിയ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ലിസ്റ്റ് പ്രായോഗികമായിട്ട് നല്ലതാണെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. ശൗലിനതാ തോന്നിയത്. ദൈവം പറഞ്ഞു എല്ലാത്തിനെയും മുടിച്ചു കളയണം. ശൗൽ വിചാരിച്ചു ഇതൊരു വേസ്റ്റ് അല്ലേ? പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ശൗലിൻ്റെ ലിസ്റ്റ് വളരെ നല്ല ലിസ്റ്റാണ്. ഉത്തമമായതിനെ, ഹീനമായതിനെ, നല്ലതിനെ, ചീത്ത ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി. ദൈവത്തിൻ്റെ കൽപ്പനയെ പൂർണ്ണമായിട്ട് അനുസരിക്കാനായിട്ട് ശൗലിന് മനസ്സ് വന്നില്ല. ദൈവത്തെക്കാൾ നന്നായിട്ട് ചെയ്യാനായിട്ട് തനിക്ക് കഴിയും, അല്ലെങ്കിൽ അതാണ് തനിക്ക് നന്മ എന്ന ഒരു ചിന്തയാണ് തനിക്കുണ്ടായത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു കാര്യം ഇതായിട്ട്, ദൈവം അന്ന് പറഞ്ഞ ദൈവവചനത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ ഈ 21ാം 22ാം നൂറ്റാണ്ടിലേക്കൊക്കെ കടന്നു വരുമ്പോൾ അത് പ്രായോഗികമായിട്ട് അത്ര നമ്മുടെ പുതിയ ബുദ്ധിയിൽ പ്രായോഗികമായിട്ട് ദൈവത്തെക്കാൾ നന്നായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും എന്ന ഒരു തോന്നൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തെക്കാൾ നന്നായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇല്ല കേട്ടോ. ദൈവം പറയുന്നത് പോലെ തന്നെ അനുസരിക്കുന്നതാണ് നന്മ. നമുക്ക് ഭാവി അറിയുന്ന, സകലത്തെയും അറിയുന്ന, ഇപ്പോൾ ഇത് പറയുമ്പോൾ അമാല്യക്കരെ മുഴുവനും മുടിച്ചു കളയണം എന്ന് പറയുമ്പോൾ ഭാവിയെ കരുതി ദൈവം പറയുകയാണ്. പക്ഷേ ശൗലിന് അത് അറിഞ്ഞുകൂടല്ലോ. പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി പ്രായോഗികമായിട്ട് ആ സമയത്ത് നല്ലതായിരിക്കാം, പക്ഷേ സകലതും അറിയുന്ന, സർവജ്ഞാനിയായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന ഈ ദൈവം നൽകുന്ന കൽപ്പന അതേപോലെ അനുസരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്നാൽ ശൗല് അതിന് കൂട്ടാക്കിയില്ല. ദൈവം സങ്കടപ്പെട്ടു, ദൈവം അനുതപിച്ചു, ദൈവം റിഗ്രറ്റ് ചെയ്തു. 10-11 വാക്യങ്ങൾ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായത് എന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. മാനുഷികമായി ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് സങ്കടമായി, ദൈവത്തിന് ദുഃഖമായി. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ അനുസരിച്ചതുമില്ല. ഇത്ര സങ്കടകരമായിരിക്കുന്ന കാര്യമാണല്ലേ. വെറുതെ നിന്ന ഏറ്റവും ചെറിയ ഗോത്രത്തിൽ നിന്നും, ഏറ്റവും ചെറിയ ഭവനത്തിൽ നിന്നും മഹത്തായ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്ത് അനേക വിജയങ്ങളെ നൽകി അവനെ വിജയിയായ രാജാവായി പ്രഖ്യാപിച്ചിട്ട് ദൈവം പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കാനായിട്ട് അവന് മനസ്സില്ല എങ്കിൽ അത് എത്രയോ സങ്കടകരമായിരിക്കുന്ന കാര്യമാണ്. ദൈവം റിഗ്രറ്റ് ചെയ്തു. ദൈവം പറയുന്നത് പോലെ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് സൗകര്യപ്രദമായി അനുസരിക്കാനായിട്ട് നമ്മൾക്ക് ഇടയായേക്കാം. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവം പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സില്ല എങ്കിൽ നമ്മളോടും ദൈവം പറയുന്ന കാര്യം, എൻ്റെ പൊന്നു സഹോദരാ, ഇവനെ രക്ഷിച്ചതുകൊണ്ട് എനിക്ക് സങ്കടമായി, അത് നമുക്ക് എത്രയോ സങ്കടകരമായിരിക്കുന്ന കാര്യമല്ലേ. ദൈവം നമ്മളെക്കുറിച്ച് ഇങ്ങനെയൊന്ന് പറഞ്ഞാലോ, ദൈവം പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നന്മ. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ അതല്ലേ കാണാനായിട്ട് കഴിയുന്നത്. ഗെത്സമനെ തോട്ടത്തിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. മുമ്പിൽ വരുന്ന പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുക എന്ന് പറഞ്ഞ് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ വേദനാജനകമായിരിക്കുന്ന കാര്യമാണ്, എത്രയോ സങ്കടകരമായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ടിരിക്കുന്നു. എങ്കിലും പിതാവേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ മനസ്സുള്ള കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കൾ, ഇത്രയൊന്നും പ്രയാസങ്ങൾ, കർത്താവ് അനുഭവിച്ച പ്രയാസങ്ങളൊന്നും ദൈവം നമ്മളോട് പറയുന്ന കൽപ്പന അനുസരിക്കാൻ നമ്മൾക്കില്ലെന്നേ. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ദൈവം നമ്മളോട് പറയുന്ന കൽപ്പനകൾ, ദൈവം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, പ്രയാസമുണ്ട് കേട്ടോ, കഷ്ടതയുണ്ട്. കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കാൻ, കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാനൊക്കെ പ്രയാസമുണ്ട്. എന്നാൽ കർത്താവ് അനുഭവിച്ച പ്രയാസമൊന്നും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല എന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. കർത്താവ് അനുസരിച്ചു. ഈ കർത്താവിൻ്റെ പിൻഗമിക്കുന്നു എന്ന് പറയുന്ന, കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന നമുക്ക് ഈ നിലയിൽ അനുസരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയും. സൗകര്യപ്രദമായിട്ട് അനുസരിക്കാനായിട്ട് ദൈവമില്ലാത്തവർ അനുസരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സൗകര്യപ്രദമായി അനുസരിക്കുന്നവരാണ്, കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല, ദൈവം എന്തു പറഞ്ഞിരിക്കുന്നു എന്നത് ചെയ്യുന്നതിലാണ് കാര്യം. ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ചെയ്യുന്നതിലാണ്
കാര്യമുള്ളത്. ഭാഗികമായിരിക്കുന്ന അനുസരണമല്ല, ദൈവം അംഗീകരിക്കുകയില്ല. ഇതാണ് രണ്ടാമതായിട്ട് ഇതിൽ നിന്നും നമ്മൾ പഠിച്ചത്. മൂന്നാമതായിട്ട് പറയുന്നത്, വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ യോജിക്കാത്ത അനുസരണമല്ല. ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ എന്നെ വിട്ടുമാറി എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല എന്ന് പറഞ്ഞു. ശൗൽ ദൈവത്തെ തള്ളിക്കളഞ്ഞു, അനുസരിച്ചില്ല. ഇത് ശമൂവേലിന് ദുഃഖമായി. അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ശൗലിനെ എതിരേൽപ്പാൻ അതികാലത്ത് എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മേലിൽ എത്തിയെന്നും ഒരു ജ്ഞാപകസ്തംഭം നാട്ടി ഘോഷയാത്ര കഴിച്ച് തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് പോയി എന്നും ശമൂവേലിന് അറിവ് കിട്ടി. പിന്നെ ശൗലിൻ്റെ അടുക്കലെത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പനകളെ നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശമൂവേൽ, എൻ്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കറയും എന്ത് എന്ന് ചോദിച്ചു. അവയെ അമാലേക്യരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേത്തരമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു, ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൗൽ പറഞ്ഞു. ഇത് ശമൂവേലിന് സങ്കടമായി. അവൻ രാത്രി മുഴുവൻ കരഞ്ഞു. രാവിലെ അവൻ എഴുന്നേറ്റ് ശൗലിനെ പ്രതീക്ഷിക്കുകയാണ്. ശൗലിനെക്കുറിച്ചൊരു വലിയ പ്രതീക്ഷ ശമൂവേലിനുണ്ടായിരുന്നു. അവനെക്കുറിച്ച് സങ്കടമായതിൻ്റെ കാരണം അതാണ്. അവനൊരു നല്ല രാജാവായി ഇസ്രായേലിന് വാഴണം എന്നുള്ള ഒരു ആഗ്രഹം ശമൂവേലിനുണ്ടായിരുന്നു. അവനെക്കുറിച്ച് ദുഃഖിച്ചു. അവൻ രാവിലെ എഴുന്നേറ്റു. ചിന്തിച്ചത് ഇതാണ്, ശൗൽ കടന്നു വരും, അവൻ ദൈവത്തിന് യാഗം കഴിക്കും, അവൻ പശ്ചാത്തപിക്കും എന്നുള്ള ചിന്തയിൽ ശമൂവേൽ എഴുന്നേറ്റു. പക്ഷേ സംഭവിച്ചത് എന്താ? ശൗൽ ഗിൽഗാലിലേക്ക് വന്നില്ല, കർമ്മേലിലേക്ക് പോയി അവൻ തനിക്ക് തന്നെ ഒരു ജ്ഞാപകസ്തംഭം സ്ഥാപിച്ച് തനിക്ക് തന്നെ ആരാധന കഴിച്ചു. വിജയാഘോഷം, ജനത്തിൻ്റെ ആരവം, നൃത്തം. ശൗലിനെ ജനം അഭിനന്ദിക്കുന്നു. വിജയിയായി രാജാവ് തിരിച്ചു വന്നിരിക്കുന്നു. അനേക കൊള്ള മുതൽ കൊണ്ടുവന്നിരിക്കുന്നു. ജനത്തിൻ്റെ അഭിനന്ദനം ഏറ്റുവാങ്ങി ദൈവത്തെ ആരാധന കഴിക്കുന്നതിന് പകരം തനിക്ക് തന്നെ ആരാധന കഴിച്ച് വിജയാഘോഷവും വിജയനൃത്തവും നടത്തി കർമ്മേലിൽ ശൗലായിരിക്കുന്നു. ശമൂവേൽ പ്രതീക്ഷിച്ചത് നടന്നില്ല. ശമൂവേൽ പ്രതീക്ഷിച്ചത് എന്താ? ഇവനൊരു ബോധം വരും, ദൈവം പറഞ്ഞ കൽപ്പന ഞാൻ പൂർണ്ണമായി അനുസരിച്ചില്ല എന്ന ബോധം വന്ന് തിരിച്ചു വന്ന് പശ്ചാത്തപിച്ച് ദൈവത്തിന് യാഗം കഴിക്കും, വിജയം നൽകിയ ദൈവത്തിന് യാഗം കഴിക്കും എന്ന് കരുതി കാത്തിരുന്ന ശമൂവേൽ കാണുന്നത് ഇതാണ്. കർമ്മേലിലേക്ക് പോയി സ്വയം ആരാധന കഴിച്ച് വിജയാഘോഷവും വിജയനൃത്തവും ഘോഷയാത്രയും നടത്തി ജനത്തിൻ്റെ അഭിനന്ദനം ഏറ്റുവാങ്ങി ഇരിക്കുന്ന ശൗലിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശമൂവേൽ പിന്നാലെ പോയി, വിട്ടുകളഞ്ഞില്ല. ശമൂവേൽ പിന്നാലെ ചെന്ന് കഴിയുമ്പോൾ ശൗൽ പറയുന്നത് എന്താണ്? 13-ാമത്തെ വാക്യം. ശമൂവേൽ ശൗലിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പനകളെ നിവർത്തിച്ചിരിക്കുന്നു. ദൈവം പറഞ്ഞു 11-ാമത്തെ വാക്യത്തിൽ, അവൻ എന്നെ വിട്ടുമാറി എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ശൗൽ പറയുകയാണ്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചിരിക്കുന്നു. നുണ പറയുക. ദൈവം പറഞ്ഞു കൽപ്പന അനുസരിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവൻ വാക്കുകൊണ്ട് അനുസരിച്ചു എന്ന് പറയുകയാണ്. വളരെ ഭക്തി അഭിനയിക്കുകയാണ് ശമൂവേലിൻ്റെ മുമ്പിൽ. യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രത്യേക ഭാഷയൊക്കെ ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. വളരെ ഭക്തിയുടെ ഭാഷ നമുക്കുണ്ട്. എന്നാൽ പ്രവൃത്തി എവിടെയാണ്? ഇതാണ് ചോദ്യം. ശൗലിന് ഇവിടെ ഭക്തിയുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ശമൂവേലിനോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശമൂവേലേ സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനയൊക്കെ അനുസരിച്ചോ? അനുസരിച്ചില്ല. അവൻ്റെ പ്രവൃത്തിയും വാക്കുകളും തമ്മിൽ യോജിക്കുന്നില്ല. ഇതാണ് പ്രവൃത്തിയും വാക്കുകളും തമ്മിൽ യോജിക്കാത്ത അനുസരണമല്ല. ഭക്തിയുടെ വാക്കുകളൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ വാക്കുകളും രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായിട്ട് തീർന്നു കഴിയുമ്പോൾ പഴയ വാക്കുകളും ഒക്കെ മാറി, വാക്കിൻ്റെ ടോൺ മാറി. പ്രൈസ് ദി ലോർഡ്, സഹോദര സഹോദരി, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ പ്രവൃത്തിയുമായിട്ട് യോജിച്ചില്ല എങ്കിൽ അത് പ്രയോജനമില്ല എന്നുള്ളതാണ്.
നമുക്ക് നല്ല വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് അറിയാം. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ അനുസരണക്കേടിനെ മറയ്ക്കാനും അത് ഒളിക്കാനും നമുക്ക് സാധിക്കും. ദൈവമക്കൾക്കും സാധിക്കും അല്ലേ? ഭക്തിയുടെ വാക്കുകൾ നമ്മൾ മുഖത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എത്രയോ ഭക്തന്മാരായിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ നിങ്ങൾ പറയും ഞാനിവിടെ മുഴുവനും കുറ്റം പറയുകയാണ്. കുറ്റം പറയല്ലോ കേട്ടോ. ഇത് നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ യോജിക്കാത്ത അനുസരണമല്ല. ദൈവത്തെ അനുസരിക്കാതെ തന്നെ നമുക്ക് നല്ല നല്ല വാക്കുകൾ സംസാരിക്കാനായിട്ട് സാധിക്കും. മനുഷ്യരെ, നമ്മുടെ ബന്ധുക്കളെ, സഹവിശ്വാസികളെ ഒക്കെ നമ്മുടെ അവിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മുടെ അനുസരണക്കേടിനെ മറയ്ക്കാനായിട്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് സാധിക്കും. പക്ഷേ അത് ദൈവം കാണുന്നു, അത് ദൈവം അംഗീകരിക്കുകയില്ല. ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞാൻ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു. ശൗൽ പറയാണ് ഞാൻ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു, വാക്കുകളിൽ അനുസരിച്ചിരിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു അവൻ എൻ്റെ കൽപ്പന നിവർത്തിച്ചില്ല. വാക്കുകളും അവൻ്റെ പ്രവൃത്തിയും തമ്മിൽ യോജിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശമൂവേൽ അവന് ബോധം വരുത്തുകയാണ്. 15:14 എന്ത് ശബ്ദമാണ് നീ കേൾക്കുന്നത്? അതിന് ശമൂവേൽ എൻ്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കറയും എന്ത് എന്ന് ചോദിച്ചു. ശമൂവേൽ അവന് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുകയാണ്. തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ്. എന്ത് ശബ്ദമാണ് നീ കേൾക്കുന്നത്? ഈ കാളയുടെ മുക്കറയും ആടുകളുടെ കരച്ചിലും ഇത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പശ്ചാത്തപിച്ച് തിരിച്ചു വന്നില്ല കേട്ടോ. അവൻ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ന്യായീകരിക്കുന്നത് വളരെ ശക്തമായിരിക്കുന്ന ന്യായീകരണമാണ്. ഇത് അവർ കൊണ്ടുവന്നതാകുന്നു, അമാലേക്കരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേത്രവായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു. ശൗൽ ന്യായീകരിക്കുകയാണ്. ഇത് ശൗൽ കൊണ്ടുവന്നതല്ല, ഇത് ജനം കൊണ്ടുവന്നതാകുന്നു. പക്ഷേ 9-ാമത്തെ വാക്യം നോക്കിക്കേ, ശൗൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ശക്തനായിരിക്കുന്ന, ജനം ഭയപ്പെടുന്ന രാജാവായിരിക്കുന്ന ശൗൽ ജനം പറഞ്ഞിട്ട് കേട്ട് കൊണ്ടുവന്നു എന്ന് പറയുന്നത് അംഗീകരിക്കാനായിട്ട് പറ്റുകയില്ല. ശൗൽ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ ശൗൽ പറയുന്നു ജനം കൊണ്ടുവന്നു, നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടതിന് വേണ്ടി കൊണ്ടുവന്നു. ഇപ്പോൾ കുറ്റക്കാരാരൊക്കെയായി? ജനം കുറ്റക്കാരായി, ശമൂവേൽ കുറ്റക്കാരനായി, ദൈവം കുറ്റക്കാരനായി. ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതല്ലേ? ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനോട് ചോദിച്ചു കഴിയുമ്പോൾ ഈ സ്ത്രീ എനിക്ക് ഈ പഴം തന്നു. സ്ത്രീയോട് ചോദിച്ചപ്പോൾ നീ സൃഷ്ടിച്ച ഈ പാമ്പ്. ഭയങ്കരമായിരിക്കുന്ന ന്യായീകരണമാണ്. പശ്ചാത്തപിച്ച് തിരിച്ചു വരുവാനായിട്ട് മനസ്സ് ഉണ്ടായില്ല. ശമൂവേൽ കുറ്റക്കാരനായി, ദൈവം കുറ്റക്കാരനായി, ജനം കുറ്റക്കാരനായി. ദൈവം ഇത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. വാക്കുകൾ, പ്രവൃത്തി ഇത് തമ്മിൽ യോജിച്ചില്ല എങ്കിൽ ദൈവം അംഗീകരിക്കുകയില്ല. പിന്നീട് പറയുന്ന കാര്യമുണ്ട്, ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു. സകലത്തെയും നിർമൂലമാക്കുക എന്ന് പറയുന്ന വാക്ക് തന്നെ എല്ലാറ്റിനെയും കൊന്നുകളയണം എന്നുള്ളതാണ്. പക്ഷേ നിർമൂലം എന്ന് പറയുമ്പോൾ അതിന് ശേഷം വരുന്നത് എങ്ങനെയാണ്? ഗ്രാമർ മിസ്റ്റേക്കും ഉണ്ട്. നിർമൂലമാക്കുക എന്ന് പറഞ്ഞാൽ മുഴുവത്തെയും മുടിച്ചു കളയുക എന്നുള്ളതാണ്. ശേഷം വന്നു, ശേഷമുള്ളവയെ നിർമൂലമാക്കി കളഞ്ഞു. അവിടെയും വാക്കുകൾ ശരിയായില്ല. ശേഷമുള്ളവയെ നിർമൂലമാക്കുകയോ, ഇവിടെ ആഗാഗിനെ മാത്രം പിടിച്ചുകൊണ്ട് വന്നു എന്നാണ് പറയുന്നതെങ്കിലും ആഗാഗിനെ മാത്രമല്ല അനേക ജനങ്ങളെ കൊന്നുകളയാൻ മനസ്സില്ലാതെ ശേഷിപ്പിച്ചുകൊണ്ടാണ് ശൗൽ മടങ്ങി വന്നിരിക്കുന്നത് എന്ന് ചില അധ്യായങ്ങൾ മുമ്പോട്ട് മറിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 1 ശമൂവേൽ 30-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വന്ന് കാണുമ്പോൾ ദാവീദിൻ്റെ കാലത്ത് അമാലേക്കർ വന്ന് 2 പട്ടണങ്ങളെ ചുട്ടുകളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതവിടെ ശേഷിപ്പിച്ചവരാണ്. ശൗൽ ശേഷിപ്പിച്ച ജനത വീണ്ടും വന്ന് ദാവീദിൻ്റെ കാലത്ത് സിക്ലാഗ് പട്ടണവും 2 പട്ടണങ്ങളും ചുട്ടുകളഞ്ഞു. ഇവിടെയും വാക്കുകൾ യോജിച്ചില്ല. മറ്റൊന്ന്, എസ്തേറിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത് ഹാമാനെക്കുറിച്ച് പറയുന്നത് അവൻ ആഗാഗിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ആഗാഗ് എന്ന് പറയുന്ന രാജാവിനെ പിടിച്ചുകൊണ്ട് വന്നത് അത് രാജാവിൻ്റെ പേരല്ല, അത് ഫാമിലി നെയിമാണ്. അപ്പോൾ ആഗാഗിൻ്റെ കുടുംബത്തിൽപ്പെട്ട അമാലേക്കനാണ് ഹാമാൻ എന്നും കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ശേഷമുള്ളവയെ മുഴുവൻ മുടിച്ചു കളഞ്ഞോ? ഇല്ല. അവിടെയും വാക്കുകൾ യോജിച്ചില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ യോജിക്കാത്ത അനുസരണമല്ല. യഹോവയുടെ ശബ്ദം കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് കടുത്ത കൽപ്പന ശൗൽ കേൾക്കാനായിട്ട് മനസ്സ് വെച്ചില്ല. കേൾക്കാൻ മനസ്സ് വെച്ചത് ജനത്തിൻ്റെ അഭിനന്ദനമാണ്. കാളയുടെയും
കാളയുടെ മുക്കുറയും ആടിൻ്റെ കരച്ചിലുമാണ് ശൗലിനെ സന്തോഷിപ്പിച്ചത്. ജനത്തിൻ്റെ അഭിനന്ദനം, കൊള്ള കൊണ്ടുവന്ന, വിജയിച്ചു വന്ന രാജാവിനെ അഭിനന്ദിച്ച ജനത്തിൻ്റെ സ്വരം അവനെ സന്തോഷിപ്പിച്ചു. കൊണ്ടുവന്ന കാളയുടെയും അതുപോലെ തന്നെ ആടിൻ്റെയും ഒക്കെ കരച്ചിൽ അവനെ സന്തോഷിപ്പിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം സന്തോഷിപ്പിച്ചില്ല, അതനുസരിക്കാൻ മനസ്സ് കാണിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, ആരുടെ സ്വരമാണ് നമ്മൾ കേൾക്കുന്നത്? ആരെയാണ് നമ്മൾ അനുസരിക്കുന്നത്? ആരുടെ സ്വരമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്? ജനത്തിൻ്റെ സ്വരം, ജനത്തിൻ്റെ അഭിനന്ദനം, ജനത്തിൻ്റെ പ്രശംസ കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ തടസ്സമായിട്ട് ജനത്താലുള്ള അഭിനന്ദനവും ജനത്തിൻ്റെ സ്വരവും ഒക്കെ നമ്മുടെ കാതുകളെ അടച്ചു വച്ചിരിക്കുകയാണോ? ഇതൊരു ചോദ്യമാണ് ഇത് വായിക്കുമ്പോൾ. ശൗലിനെ സന്തോഷിപ്പിച്ചത് ദൈവത്തിൻ്റെ സ്വരമല്ല, ആടുകളുടെയും കാളകളുടെയും സ്വരമാണ്. ശൗൽ ദൈവസ്വരം കേട്ടില്ല, അനുസരിച്ചില്ല, പക്ഷെ വാക്കിൽ അനുസരിച്ചു. വാക്കും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ യോജിക്കുന്നില്ല എങ്കിൽ ആ അനുസരണമല്ല എന്നതാണ്, അത് ദൈവം അംഗീകരിക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നാലാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്, അനുസരണമില്ലാത്ത ആരാധന ദൈവത്തിന് നിന്ദാകരമാണ് എന്നുള്ളതാണ്. അനുസരണമില്ലാത്ത ആരാധന ദൈവത്തിന് നിന്ദാകരമാണ്. ശൗൽ ദൈവത്തെ വിട്ടുമാറി കൽപ്പന അനുസരിച്ചില്ല. ശൗലിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് പിന്നീട് അറിയിക്കുകയാണ്. അതിൻ്റെ 16 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നതാണ്. ദൈവത്തെ വിട്ടുമാറിയതുകൊണ്ട് ശൗലിനോട് ദൈവത്തിൻ്റെ കൽപ്പന അറിയിക്കുകയാണ്. ശൗലിനോട് പറയുകയാണ്, നീ ഇത്ര ചെറിയവനായിരുന്നിട്ടും നിന്നെ ഇസ്രായേലിൻ്റെ രാജാവാക്കി, നിന്നെ വലിയവനാക്കി ആ ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞപ്പോൾ നീ അത് അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി പുറപ്പെട്ടതെന്ത്? ശൗലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നീ എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തത്? അപ്പോൾ ശൗൽ വീണ്ടും പറയുകയാണ്, ജനം ദൈവത്തിന് യാഗം കഴിക്കാൻ ദൈവത്തിനു വേണ്ടി ജനത്തിൻ്റെ നിർബന്ധത്താൽ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പരിചിതമായിരിക്കുന്ന, വളരെ പ്രസിദ്ധമായിരിക്കുന്ന 2 വാക്യങ്ങളാണ്. 15-ന്റെ 22, 23 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അനുസരണമില്ലാത്ത ആരാധന ദൈവത്തിൻ്റെ സ്വീകാര്യവുമല്ല, മാത്രമല്ല അത് ദൈവം നിന്ദാകരമായിട്ട് കാണുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവവചനം അനുസരിക്കണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ആരാധന കഴിക്കാനായിട്ട്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളോ കൽപ്പനകളോ ദൈവം പറയുന്ന കാര്യങ്ങളോ ഒന്നും അനുസരിക്കേണ്ട. നമുക്ക് ഞായറാഴ്ചകൾ കടന്നു വന്ന് നന്നായിട്ട് പാടാനായിട്ട് സാധിക്കും, നല്ല നല്ല വാക്കുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും, നന്നായി ആരാധന കഴിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ദൈവം അത് അംഗീകരിക്കുകയില്ല. ആമോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ വലിയ ആരാധന നടത്തുകയാണ്. വലിയ വിപുലമായിരിക്കുന്ന പാട്ടും ആരാധനയും ശുശ്രൂഷകളൊക്കെ നടത്തുമ്പോൾ ദൈവം പറയുന്നുണ്ട്, നീതിയില്ലാതെ അനുസരണമില്ലാതെ നീ കാണിക്കുന്ന ആചാരങ്ങൾ ഞാൻ വെറുക്കുന്നു. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ വെറുക്കുന്നു. നിൻ്റെ പാട്ടുകൾ കേൾക്കുകയില്ല, നിങ്ങളുടെ യാഗങ്ങളിൽ പ്രസാദിക്കുകയില്ല. ദൈവത്തെ മറന്നു കളഞ്ഞ് ഇസ്രായേൽ ജനം ആരാധിക്കുമ്പോൾ വലിയ വലിയ ആരാധന, വലിയ യാഗം, വളരെ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ആരാധനയിൽ ഞാൻ പ്രസാദിക്കുകയില്ല, നിങ്ങളുടെ പാട്ടുകൾ ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് ദൈവം പറയുക. കാരണം എന്താ? ദൈവത്തെ അനുസരിച്ചില്ല. ഇതാണ് കാരണം. ദൈവത്തിൻ്റെ സ്വരം കേട്ടില്ല, ദൈവത്തെ അനുസരിക്കാൻ മനസ്സ് കാണിച്ചില്ല. അതുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ആരാധനയൊക്കെ വളരെ ഭംഗിയുള്ളതാണ്, വളരെ റിച്ചായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്, പക്ഷേ നിങ്ങളുടെ ജീവിതമില്ലാത്ത, നിങ്ങളുടെ പ്രവൃത്തിയില്ലാത്ത, ദൈവവചനത്തിൻ്റെ അനുസരണമില്ലാത്ത, ദൈവവചനത്തെ അംഗീകരിക്കാത്ത നിങ്ങളുടെ ആരാധന ഞാൻ സ്വീകരിക്കുകയില്ല എന്ന്
ഇസ്രായേൽ ജനത്തോട് പറയുന്ന ആമോസ് പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, ദൈവത്തെ അനുസരിക്കുന്ന പോലെ നമുക്ക് പരസ്പരം സ്നേഹമില്ലെങ്കിൽ, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, പരസ്പരം സ്നേഹമില്ലെങ്കിൽ, കരുണയില്ലെങ്കിൽ, പരസ്പരം സഹായിക്കാൻ മനസ്സില്ല എങ്കിൽ ഇതൊന്നും ചെയ്യാതെ നമുക്ക് ആരാധന കഴിക്കാൻ സാധിക്കും. പക്ഷേ ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. അനുസരണമില്ലാത്ത ആരാധന ദൈവം അംഗീകരിക്കുകയില്ല. ദൈവത്തെ അനുസരിക്കാനായിട്ട് മനസ്സ് വയ്ക്കുന്നു എങ്കിൽ, നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും യോജിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ആരാധന സ്വീകരിക്കുന്നു. എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. എത്രയോ നമുക്കതിനുള്ള അവസരമുണ്ട്. ശൗൽ ഇവിടെ ദൈവത്തെ അനുസരിച്ചില്ല. അപ്പോൾ പറയുന്നത് ആരാധന സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് വിഗ്രഹാരാധന പോലെ, ആഭിചാര ദോഷം പോലെ ദൈവസന്നിധിയിലാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് പരിശോധിക്കേണ്ടതല്ലേ ഈ വചനം വായിക്കുമ്പോൾ? പൂർണ്ണമായിട്ടും ദൈവത്തെ അനുസരിച്ച് ദൈവം പറയുന്നത് പോലെ അതേ വള്ളിപുള്ളി തെറ്റാതെ ജീവിക്കാനൊന്നും കർത്താവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ലക്ഷ്യമെന്ന് നമുക്കറിയാം. ഈ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്, എങ്ങനെ ഏത് മനുഷ്യർക്കത് സാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ഞാൻ എൻ്റെ കൽപ്പന അനുസരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കും. കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ലക്ഷ്യം എന്നുള്ളത് കർത്താവിനെ പോലെ ആകുക എന്നുള്ളതാണ്. നമുക്കതിന് മരണം വരെ കഴിയുകയില്ല എന്നുള്ളതുമുണ്ട്. പക്ഷേ എനിക്ക് കർത്താവിനെ പോലെ ആകാൻ കഴിയുകയില്ല എന്നുള്ളതുകൊണ്ട് അതിന് പരിശ്രമിക്കുന്നതിൽ, അതിനുള്ള ആഗ്രഹം ഉള്ളതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ മനസ്സാണ് ഇതിൻ്റെ കാര്യം. കർത്താവ് പറയുന്നത് പോലെ കർത്താവിനെ എല്ലാം അനുസരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മെക്കുറിച്ച്. എന്നാൽ അത് എത്രമാത്രം നമുക്ക് അതിനുള്ള ആഗ്രഹമുണ്ട്, എത്രമാത്രം അതിനുള്ള പരിശ്രമമുണ്ട്, ഇതാണ് ദൈവം ഹൃദയം അറിയുന്നത്. ദൈവം ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാര്യം ഇതാണ്, ദൈവം അംഗീകരിക്കുന്ന കാര്യം. പലപ്പോഴും ഇത് പറയുമ്പോൾ ഉള്ള ചോദ്യം ഇതാണ്, കർത്താവ് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് എങ്ങനെ സാധിക്കും കേട്ടോ. നമുക്കതിനുള്ള ആഗ്രഹവും ദൈവത്തിനുള്ള ആശ്രയവും ദൈവത്തോട് നമുക്കതിന് കഴിയുകയില്ല, നമ്മോട് കൂടി ഇരിക്കുന്നവൻ അത് കഴിയും എന്നുള്ളതായിരിക്കുന്ന ഒരു ധൈര്യവുമുണ്ട് എങ്കിൽ നമ്മൾ കഴിക്കുന്ന ആരാധനയും നമ്മുടെ ജീവിതവും ദൈവത്തിന് അംഗീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 35-ാമത്തെ വാക്യത്തിലേക്ക് അവസാനമായിട്ട് വരാം. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല എന്നാണ് കാണുന്നത്. എത്രയോ സങ്കടകരമായിരിക്കുന്ന ഒരു പര്യവസാനമാണ്. രാജാവായിരുന്ന ശൗൽ പിന്നീട് ജീവപര്യന്തം ശമൂവേലിനെ കണ്ടില്ല. ദൈവത്തിൻ്റെ ആലോചന കൊടുക്കുന്ന ശമൂവേലാണ്. പിന്നീട് ദൈവത്തിൻ്റെ ആലോചനയൊന്നും ശൗലിനുണ്ടായില്ല. പിന്നീട് അടുത്ത അധ്യായങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ തൻ്റെ ജീവിതം ഒരു ദുരന്തമായിട്ട്, ഒരു പരാജയമായിട്ട് തീരുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ ജീവിതം പരാജയമായിട്ട്, ഒരു ദുരന്തമായിട്ട് തീരും എന്ന് ഈ ശൗലിൻ്റെ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. 1997 ജൂൺ 19 ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അർക്കാഡിയ പ്രൈഡ് എന്ന് പറയുന്ന ഒരു ഷിപ്പ് ബോംബെയിൽ നങ്കൂരമിട്ട് കിടക്കുകയാണ്. രാത്രി ഒരു 12 മണിയായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ 3 ജോലിക്കാർ ഷിപ്പിൻ്റെ മുമ്പിലേക്ക് ആങ്കർ ചെക്ക് ചെയ്യുന്നതിന് കടന്നുപോയി. വളരെ കാറ്റും മഴയും കോളുമുള്ളൊരു ദിവസമായിരുന്നു. അവർ 4 പേര് ആ ഷിപ്പിൻ്റെ മുമ്പിലെത്തി. ഏകദേശം 250 മീറ്റർ നീളമുള്ള ഷിപ്പാണ്. മുമ്പിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെല്ലാം നോക്കി, എല്ലാം ഓക്കെയാണ്. അല്പം ഷിപ്പ് ചെരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ്റെ ഒരു സന്ദേശമെത്തി, നിങ്ങൾ അവിടെയുള്ള ലൈഫ് ജാക്കറ്റ് എടുത്ത് കടലിലേക്ക് ചാടാനായിട്ട് പറഞ്ഞു. അവർ 4 പേരുണ്ടായിരുന്നു. ഇവരാദ്യം ഒന്ന് സംശയിച്ചു. നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെ ഹൈറ്റ് താഴെ, ഒന്നും കാണാനായിട്ടില്ല. ഭയങ്കര കാറ്റ്, ജൂൺ ജൂലൈ മാസം മൺസൂണാണ്, ഭയങ്കരമായിട്ട് തിരയടിക്കുന്നു. അവർ സംശയിച്ചു എന്ത് ചെയ്യണം. ഷിപ്പിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്ര അപകടകരമായിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും അല്ല. അപ്പോൾ ക്യാപ്റ്റൻ വീണ്ടും പറഞ്ഞു എത്രയും പെട്ടെന്ന് ജമ്പ് ചെയ്തു വെള്ളത്തിലേക്ക്. അവർ 4 പേരും ലൈഫ് ജാക്കറ്റ് കെട്ടി. 3 പേര് ക്യാപ്റ്റൻ്റെ ഈ കമാൻഡ് അനുസരിച്ച് വെള്ളത്തിലേക്ക് ചാടി. ഒരാൾ റെയിലിങ്ങിൽ പിടിച്ചു നിന്നു, ചാടിയില്ല. ഇവർ ചാടി, ഇവർ തിരയിൽ പെട്ട് ദൂരേക്ക് കടന്നുപോയി. നിമിഷങ്ങൾ കൊണ്ട് ഈ ഷിപ്പ് മറിഞ്ഞ് മുങ്ങിപ്പോയി.
അത് രക്ഷപ്പെട്ട് 33 പേരുണ്ടായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട 9 പേരാണ്. 23 പേര് ഇതോടുകൂടി വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. ക്യാപ്റ്റൻ്റെ കമാൻഡ് കേട്ട ആളുകൾ രക്ഷപ്പെട്ടു. ചിലർ കേട്ടില്ല, ചിലർ ഉറക്കത്തിലായിരുന്നു. കേട്ട ചിലർക്ക് ഷിപ്പ് തന്നെയാണ് സുരക്ഷിതത്വം എന്ന് തോന്നി. ഇത്ര പെട്ടെന്ന് ഇത് മറിഞ്ഞു പോകുമെന്ന് തോന്നിയില്ല. ക്യാപ്റ്റൻ്റെ ആ കമാൻഡ് കേട്ട 9 പേര് വെള്ളത്തിലേക്ക് ചാടിയവർ രക്ഷപ്പെട്ടു. ബാക്കി 23 പേര് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. അതിൽ രക്ഷപ്പെട്ടതിൽ ഒരാൾ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് അനുസരിക്കുന്നത് അനുഗ്രഹമാണ്, ഇല്ല എങ്കിൽ അത് ഒരു ദുരന്തമായിട്ട് തീരും. ദൈവം നമ്മെ രക്ഷിച്ചു, അനേക അനുഗ്രഹങ്ങൾ നൽകി. അതോടൊപ്പം ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുമ്പോൾ അതനുസരിക്കാനായിട്ട് ജാഗ്രത കാണിക്കണം. ഈ അനുസരണം ഭാഗികമായിരിക്കുന്ന അനുസരണമായിരിക്കരുത്, പൂർണ്ണമായിരിക്കുന്ന അനുസരണമായിരിക്കണം. ഭാഗികമായിരിക്കുന്ന അനുസരണം ദൈവം അംഗീകരിക്കുകയില്ല. മാത്രമല്ല, നമ്മുടെ ജീവിതവും വാക്കുകളും യോജിക്കാത്ത അനുസരണം, വാക്കുകളിൽ മാത്രമുള്ള അനുസരണം ദൈവം അംഗീകരിക്കുകയില്ല. അത് അനുസരണമല്ല. അനുസരണമില്ലാത്ത ആരാധന ദൈവം സ്വീകരിക്കുകയില്ല. അന്ന് ശമൂവേലിലൂടെ ദൈവം ശൗലിന് കൽപ്പനകളും പ്രമാണങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും, ഈ നിർദ്ദേശം അമാലേക്യരെ കൊല്ലണമെന്നുള്ള നിർദ്ദേശം നൽകിയെങ്കിൽ, ഇന്ന് ദൈവവചനത്തിലൂടെ, ചില പ്രബോധനങ്ങളിലൂടെ, ഭക്തന്മാരായിരിക്കുന്ന ചില മനുഷ്യരിലൂടെ ദൈവം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധ വെച്ച് കേൾക്കാൻ ശ്രദ്ധയുള്ളവരായി, അനുസരിക്കാൻ ജാഗ്രതയുള്ളവരായിട്ട് നമുക്കിരിക്കാം. അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹം തന്നെയായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ.